ശ്രീ വി ആർ അനൂപ്, അതായത് ഒപ്പിട്ടു എന്നുള്ളത് ശരി, പക്ഷെ ഞങ്ങൾ ഫൈറ്റ് ചെയ്യും ഈ കാവ്യവൽക്കരണത്തിനെതിരെ നിന്ന് അനിൽകുമാർ പറയുന്നു, ഉറപ്പ് തരുന്നു, ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. പക്ഷെ ആ ഉറപ്പ് CPIക്ക് കിട്ടിയിട്ടില്ല. CPM ജനറൽ സെക്രട്ടറി MA ബേബി അറിഞ്ഞിട്ടില്ല, മന്ത്രി വി ശിവൻകുട്ടി അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. വി ആർ അനൂപ്, ഈ ഉറപ്പ് വിശ്വസിക്കാമോ? അനിൽകുമാറിന്റെ ഉറപ്പ് ശരി. അനിൽകുമാർ, ഞാൻ വരാൻ കയ്യിലേക്ക്. വി ആർ അനൂപ്, അദ്ദേഹത്തോടൊന്നും സംസാരിക്കാതിരിക്കാൻ പറയണം. അല്ല, അദ്ദേഹത്തിന് യുദ്ധം നിർത്താൻ പറയണം കുറച്ചു നേരത്തേക്ക്. ഓക്കെ അനൂപ്, അദ്ദേഹമാണോ സംസാരിക്കേണ്ടത്? എന്നാൽ അദ്ദേഹം കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വരാം. അനിൽകുമാർ, ശ്രീ അനൂപ് തുടരും. അല്ല, അന്നത്തെ താങ്കൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തോ? ഇവിടെ ഞാൻ സംസാരിക്കുമ്പോ രേവന്ത് റെഡ്ഡി സ്വാഗതം ചെയ്തു കേട്ടോ. ശരി, അനിൽകുമാറിലേക്ക് വരാം. അനൂപ് പറഞ്ഞു തീർത്തോട്ടെ. അനിൽകുമാറെ ഒരു 10-15 മിനിറ്റ് ഒറ്റയ്ക്ക് പ്രസംഗിച്ചില്ലേ? ശരി അനിൽകുമാർ, ഓക്കെ. അനൂപ് തുടരൂ പ്ലീസ്. അനൂപ് തുടരൂ പ്ലീസ്. ഇതിലൂടെ പിടിച്ചിട്ട് പോകും. തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡി, ഞാൻ ഹൈദരാബാദ് ഇരുന്ന നിങ്ങൾ നിർത്തുന്നേ. അനിൽകുമാർ, അത് ചർച്ച ചെയ്യാം. കർണാടക തെലങ്കാനയൊക്കെ ചർച്ച ചെയ്യാം, അത് കേരളത്തിൽ കഴിയട്ടെ. അനൂപ് പറയൂ പ്ലീസ്, സമയം പോയി, അതുകൊണ്ടാണ്. BMCയുടെ കൂടിയല്ലേ? ശരി അനിൽകുമാർ, നിർത്തൂ പ്ലീസ്. അനിൽകുമാറെ നിർത്തൂ താങ്കൾ. ഓക്കെ. അനൂപ് പറഞ്ഞോളൂ. മിണ്ടാതിരിക്കോ? ഇവിടെ ഞാൻ എന്റെ ഊഴത്തിൽ കിടന്ന മര്യാദ കാണിക്കുക. ശരി അനൂപ്, തുടരൂ. അഡ്വക്കേറ്റ് അനിൽകുമാറിനോട് ആദരണീയനായ അനിൽകുമാറെ, നിങ്ങൾക്ക് പിണറായി വിജയൻ രാത്രി പകലാണെന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ബാധ്യതയുണ്ടാകാം, അത് വിശ്വസിക്കുന്ന ആളുകളുണ്ടാകാം. പക്ഷേ സാധാരണക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. CPI മാത്രമാണോ നിങ്ങൾ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത്? ബിനോയ് വിശ്വത്ത് മാത്രമാണോ നിങ്ങൾ ഇരുട്ടത്ത് നിർത്തിയിരിക്കുന്നത്? MA ബേബി ഇരുട്ടിലല്ലേ? MA ബേബി ഈ 16-ന് ശേഷം പത്രക്കാരോട് പറഞ്ഞത് എന്താ? ഇത് പുനഃപരിശോധിക്കും. MA ബേബിയെ നിങ്ങൾ വിഡ്ഢിയാക്കി. MA ബേബിയെ നിങ്ങൾ അറിയിച്ചിട്ടില്ല. CPMന്റെ കേന്ദ്ര നയം അട്ടിമറിക്കപ്പെട്ട വിവരം CPMന്റെ ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ലെന്നേ. ഇത് വളരെ കൃത്യമായി നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കുറെ നാളുകളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രതിഭാസമാണെന്നേ. കുറെ നാളുകളായി നിങ്ങൾ ഇരുട്ടിന്റെ മറവിൽ RSSുമായി ബാന്ധവം ഉണ്ടാക്കുകയായിരുന്നു. ഇത് പകൽ വെളിച്ചത്തിൽ കയ്യോടുകൂടി പിടിക്കപ്പെട്ടു എന്നാ. എന്നിട്ട് അദ്ദേഹം പറയാണ്, എങ്ങനെയാ ഞങ്ങൾ ഈ യുദ്ധം തുടരുന്നത്? എന്ത് യുദ്ധം? നിങ്ങളുടെ യുദ്ധ നാടകങ്ങളൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് വളരെ കൃത്യമായിട്ട് ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവിടെ കർണാടകത്തിൽ നടപ്പിലാക്കിയില്ലേ, കോൺഗ്രസ് നടപ്പിലാക്കിയില്ലേ? കർണാടകത്തിൽ BJPയുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴാണെന്നേ, അന്ന് ഇത്തരം വ്യവസ്ഥകളില്ലാന്നേ. ഇവിടെ കൃത്യമായി നിങ്ങൾ ഈ അധികാരത്തിൽ ചോദ്യം, അന്നില്ലാത്ത എന്ത് വ്യവസ്ഥയാണ് ഇന്നുള്ളത്? അനൂപ്, ഒരു കാര്യം, ഒന്ന്, നിങ്ങൾ MOU ഒപ്പിട്ടു എന്ന് കരുതാൽ നിന്ന് പിന്മാറുന്നത് എന്തിനാണ്? നിങ്ങൾ അതിനെ എതിർക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പിന്മാറിക്കൂടെ നിങ്ങളുടെ സംസ്ഥാന സർക്കാരുകൾക്ക്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് അത് ആ സമയത്ത് ഞങ്ങളല്ലെന്നേ. ഇവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങളല്ല ഒപ്പിട്ടത്, നിങ്ങൾ അധികാരത്തിൽ വരുന്നു, നിങ്ങളുടെ മേൽ NEPയുടെ പേരിൽ കാവ്യ പുസ്തകങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് പിന്മാറിക്കൂടെ MOUയിൽ നിന്ന്, കരാറിൽ നിന്ന്? അല്ല, അതിനകത്ത് സാങ്കേതികമായ ഒരിക്കൽ താങ്കൾക്കറിയാമല്ലോ, ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഗവൺമെന്റുകളെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്ന് പറയുന്നത് തുടർച്ചയാണ്. അത് പലപ്പോഴും ഒപ്പിടുന്നതിൽ നിന്ന് പിന്മാറുന്നതിനൊക്കെ വലിയ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെന്നേ. ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവരെന്താണ് ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്നത്? ജിംസെ, പിണറായി വിജയൻ എന്ന് പറയുന്നത് ബദലാണ്. മോഡിക്ക് ബദലായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന നായകനാണ് പിണറായി വിജയൻ. എന്നിട്ട് ഈ ബദൽ എവിടെ പോയി? ഇപ്പൊ പറയുന്നത് എന്താ? ഒപ്പിടാതിരിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, പക്ഷെ ഞങ്ങൾക്ക് ഒപ്പിടേണ്ടി വന്നു. ഇവർ പറയുന്ന ന്യായം CPI ബോധ്യപ്പെടുത്തിയാൽ മതി, ബിനോയ് വിശ്വത്തെ ബോധ്യപ്പെടുത്തിയാൽ മതി, MA ബേബിയെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇവർക്കതിന് കഴിയുന്നില്ല. ഇത് ഏതെങ്കിലും ഈ നയത്തിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന ഒന്നാണോ? എല്ലായിടത്തും ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ വകുപ്പിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഇവർ ഈ പറയുന്നത് എന്താ? ഞങ്ങൾ RSSന്റെ നയം നടപ്പിലാക്കാനല്ലാന്ന്. പക്ഷേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട മുൻ ചർച്ചകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നു എന്ന് പറയുന്ന, അവിടെ മാവോയിസ്റ്റുകൾ അടിച്ചമർത്താമെന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് പണം അഭ്യർത്ഥിക്കാൻ പോകുമ്പോൾ CPMന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് മാവോയിസ്റ്റ് സൈനികമായും പോലീസിനെ ഉപയോഗിച്ച് നേരിടരുത്, ചർച്ചകളോട് പരിഹരിക്കുന്ന. ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ച് CPMന്റെ ഒരു നയവും പ്രസക്തമല്ല. MA ബേബിയെ ഒരു കോമാളിയാക്കി നിർത്തിയിരിക്കുക. എന്നിട്ട് പിണറായി വിജയൻ ഒറ്റയ്ക്ക് നിലനിൽക്കുക. ഇവിടെ ഇന്നലെ വാർത്തകൾ പുറത്തു വന്നു. ഇന്നലെ എല്ലാവരും ഒപ്പുവെച്ചതെന്ന് അറിയാം, പക്ഷെ ഇന്നലെ രാത്രിയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഒപ്പുവെച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇന്ന് ഇടതു മുന്നണിയുടെ കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത് എന്താ? അത് എന്താണ് അതിലെ കണ്ടീഷൻസ് എന്ന് അറിയില്ല, ഉദ്യോഗസ്ഥരാണ് ഒപ്പുവെച്ചതെന്ന്. ഇവിടെ ഇടതുമുന്നണിയുടെ ഈ ഭരിക്കുന്ന ഭരണത്തിന് രാഷ്ട്രീയമായി നേതൃത്വം നൽകുന്ന മുന്നണിയുടെ കൺവീനറായിട്ടുള്ള CPMന്റെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗമായ TP രാമകൃഷ്ണൻ ഇത് അറിയില്ല. ഇവിടെ CPIക്ക് മാത്രമല്ലല്ലോ, MA ബേബിക്ക് ഇത് അറിയില്ല, CPIക്കും CPMനും ഇത് അറിയില്ല, LDFന് അറിയില്ല.
പിണറായി വിജയനും ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം നൽകുന്ന RSS തമ്മിലുള്ള ഒരു അവിഹിതമായ ഇടപാടാണ് ഇതെന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ പറ്റുക? അതിന് സ്വന്തം സഖാക്കളെ പിണറായി വിജയൻ ബോധ്യപ്പെടുത്തട്ടെ. അനിൽകുമാറിന്റെ ജനറൽ സെക്രട്ടറിയെ അറിഞ്ഞില്ല എന്നുള്ളത് ജനാധിപത്യത്തെ സംബന്ധിച്ച പ്രശ്നമൊന്നുമല്ല. അയാളുടെ പാർട്ടി ദേശീയ സെക്രട്ടറി അറിഞ്ഞില്ല. പക്ഷെ ക്യാബിനറ്റ് 16-ാം തീയതി ഒപ്പിട്ടിട്ട് 22-ാം തീയതി ക്യാബിനറ്റ് CPI മന്ത്രിമാർ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയില്ല എങ്കിൽ എത്ര ഗുരുതരമാണ് കാര്യം ചെയ്യാനും? അതല്ലേ യഥാർത്ഥ പ്രശ്നം. ക്യാബിനറ്റിൽ പറഞ്ഞില്ല. അല്ല, അത് ക്യാബിനറ്റിന്റെ വിഷയം അവിടെ നിലനിൽക്കുന്നു. CPM പോലൊരു പാർട്ടി നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന എങ്ങനെയാ? പാർട്ടിക്കകത്ത് ആലോചിച്ചിട്ടല്ലേ? ഏതാണ്ട് എല്ലാ പാർട്ടികളും നയപരമായ തീരുമാനങ്ങൾ പാർട്ടിക്കകത്ത് ആലോചിച്ചിട്ടല്ലേ? CPM കുറെ കൂടി രാഷ്ട്രീയമായ കൺട്രോൾ മന്ത്രിസഭയ്ക്ക് മുകളിൽ ഈ പറയുന്ന കോൺഗ്രസിനേക്കാൾ UDF-നേക്കാളൊക്കെ വെച്ചു പുലർത്തുന്ന ആളുകളല്ലേ? അവരുടെ ജനറൽ സെക്രട്ടറി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ രാഷ്ട്രീയമായ നിയന്ത്രണം ഈ മന്ത്രിസഭയുടെ മുകളിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അർത്ഥം. എന്താ സംശയം അതിൽ? അത് ചെറിയ കാര്യമൊന്നുമല്ല. CPM-ന്റെ ജനറൽ സെക്രട്ടറി ഒരു വിഡ്ഢിയായി ഈ വിവരങ്ങൾ അറിയിക്കാതെ ഇതിന്റെ മാപ്പ് സാക്ഷിയായി അവതരിപ്പിക്കുക. 16-ാം തീയതിക്ക് ശേഷം ആ പാവം MA ബേബി പത്രക്കാരോട് പറയാണ് ഇത് തിരുത്തുന്നത്. ഇവിടെ ഒപ്പിടൽ കഴിഞ്ഞു.